2020 റിലീസ് ചെയ്ത ഒരു കൊറിയൻ ഫാന്റസി റൊമാന്റിക് ഡ്രാമയാണ് ദ കിങ് എറ്റേണൽ മൊണാർക്ക്. മൊത്തം 16 എപ്പിസോഡുകളാണ് ഈ ഡ്രാമയ്ക്കുള്ളത്. ഫാന്റസി, റൊമാൻസ്, ത്രില്ലർ, സസ്പെൻസ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പാരലൽ യൂണിവേഴ്സ് എല്ലാം കൂടി ചേർന്ന ഒരു മസ്റ്റ് വാച്ച് ഡ്രാമയാണിത്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാരലൽ യൂണിവേഴ്സ്. എന്ന് വെച്ചാൽ നമ്മളെ പോലെ തന്നെ നമ്മളെ രൂപത്തിലും മറ്റൊരു ലോകത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഈ ലോകത്ത് പോലീസ് ആയിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ ആ ലോകത്ത് കള്ളനായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ കണ്ണാടിയിൽ നോക്കത്തില്ലേ, കണ്ണാടിയിൽ നമ്മൾ കാണുന്ന നമ്മുടെ തന്നെ പ്രതിബിംബം പോലെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് ലോകം. പക്ഷേ പരസ്പരം ആർക്കും കാണാൻ കഴിയില്ല. ഈ രണ്ട് ലോകങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു ഡോർ കണ്ടുപിടിച്ച് ആ ലോകത്തിലേക്ക് പോകാൻ പറ്റിയാലോ. എന്നാൽ അങ്ങനെ ഒരു ഡോർ ഓപ്പൺ ആകുന്നതും അതുവഴി രണ്ട് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് വേൾഡിലായിട്ടാണ് ഈ കഥ നടക്കുന്നത്. ഒന്ന് വേൾഡ് 1 കിങ്ഡം ഓഫ് കൊറിയ, നമ്മുടെ നായകന്റെ ലോകം. രണ്ട് വേൾഡ് 2 റിപ്പബ്ലിക് ഓഫ് കൊറിയ, നമ്മുടെ നായികയുടെ ലോകം. കിങ്ഡം ഓഫ് കൊറിയയിൽ ഇപ്പോഴും രാജഭരണമാണ് നിലനിൽക്കുന്നത്. രാജഭരണമാണെങ്കിലും ടെക്നോളജി പരമായിട്ട് നല്ല വികസനമാണ് ആ നാട്ടിലുള്ളത്. പക്ഷേ വ്യത്യാസം ഒന്ന് മാത്രം, ഇപ്പോഴും രാജാവാണ് അവിടെ ഭരിക്കുന്നത്. രണ്ടാമത്തെ റിപ്പബ്ലിക് ഓഫ് കൊറിയ, നമ്മുടെ ലോകത്തുള്ള കൊറിയ, അവിടെ ഇപ്പോൾ ഗവൺമെന്റ് ഭരണമാണുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പ്രധാനമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോ കഥയിലോട്ട് പോയാലോ. ഒന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരാളെ പോലീസുകാർ എൻക്വയറി ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പേര് ലീലിം. 1951 ജനിച്ചു. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഏകദേശം 70 വയസ്സായിട്ടുണ്ട്. കണക്കൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോടോ. തന്നെ കണ്ട ഒരു 40 വയസ്സിൽ കൂടുതൽ തോന്നിക്കില്ല. പിന്നെ എങ്ങനെയാ തനിക്ക് 70 വയസ്സാകുന്നത്? സത്യമായിട്ടും എനിക്ക് 70 വയസ്സായി. 94 ശേഷം എനിക്ക് അപൂർവമായിട്ട് മാത്രമേ പ്രായമാകാറുള്ളൂ. നിങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് സമയം പോകുന്നത്. അതെന്താ അങ്ങനെ? കാരണം അവസാനം ആ ഓടക്കുഴൽ എന്റെ കയ്യിലെത്തി. എന്റെ അനിയന്റെ കയ്യിലായിരുന്നു അതുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനത് സ്വന്തമാക്കി. അപ്പോ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊന്നോ? അതെ, ഞാൻ അവനെ കൊന്നു. ഇത്രയും വർഷം അവന്റെ കയ്യിലായിരുന്നിട്ട് പോലും ആ ഓടക്കുഴലിന്റെ മഹത്വം അവന് മനസ്സിലായില്ല. അത് വെറും ഒരു ഓടക്കുഴലായിരുന്നില്ല. ആ ഓടക്കുഴല് വ്യത്യസ്ത ലോകങ്ങളെ നമ്മൾക്ക് മുന്നിൽ തുറന്നു കാട്ടും. എന്റെ സഹോദരന് മറ്റൊരു രാജാവിൽ നിന്നും സമ്മാനമായിട്ട് കിട്ടിയ ഓടക്കുഴലായിരുന്നു അത്. ആ ഓടക്കുഴല് വായിക്കുമ്പോൾ ശത്രുക്കൾ പിൻവാങ്ങും, രോഗങ്ങൾ ഭേദമാകും, വരൾച്ചുള്ളപ്പോൾ മഴ പെയ്യിക്കാൻ സാധിക്കും, പേമാരിയെ നിർത്താനും സാധിക്കും, കൊടുങ്കാറ്റിനെയും ശക്തമായ തിരമാലയെ പോലും അത് നിയന്ത്രിക്കും. അങ്ങനെ ഒരുപാട് അത്ഭുത ശക്തികളുണ്ട് ആ പുല്ലാങ്കുഴലിന്. രാജാവ് ആ ഓടക്കുഴലിന് മൻപസ് ജിയോക്ക് എന്നാണ് പേരിട്ടത്. ഒരു ദേശീയ നിധിയായിട്ടാണ് എല്ലാവരും അതിനെ കണക്കാക്കുന്നത്. അങ്ങനെ എല്ലാ അധികാരങ്ങളും എന്റെ അർദ്ധ സഹോദരനായിരുന്നവന് കിട്ടി. അവൻ രാജാവായി. പക്ഷേ ഒരു ലോകം മുഴുവനും അവന്റെ കയ്യിലുണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു. അത് വ്യത്യസ്തമായ ലോകങ്ങളെ അവനിലേക്ക് കൊണ്ടുവരും. അടുത്ത ഷൂട്ടിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ ഫ്ലാഷ് ബാക്ക് നടക്കുന്നത് കിങ്ഡം ഓഫ് കൊറിയയിലാണ് കേട്ടോ. 1994 കാലഘട്ടം. ലീലിം തന്റെ ആൾക്കാരുമായിട്ട് രാജാവിനെ കൊല്ലാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ആ ഓടക്കുഴലിന് വേണ്ടി. ഇപ്പൊ ആ ഓടക്കുഴലിനെ സംരക്ഷിക്കുന്നത് രാജാവാണ്. ഈ ഓടക്കുഴലിൽ വെച്ച് പല ലോകത്തേക്കും പോകാൻ